അള്ളാഹുവിന്റെ മരുന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു മൂത്രമൊഴിച്ചു. ആ ചൂടിന് അനുഭവപ്പെട്ട അള്ളാഹ് നബി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഹുസൈൻ ഇരുന്നിട്ട് മൂത്രമൊഴിച്ചത് കുട്ടിയാണ്. അങ്ങനെ കടന്നു കൊടുത്തു കഴിയട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ മോളെ വിളിച്ചു, ഫാത്തിമ മോന് മൂത്രമൊഴിച്ചിട്ടുണ്ട്, പോയി ശരിയാക്കി വെക്കുന്നു. ഈ ഹദീസ് ഉലമാ രേഖപ്പെടുത്തുന്നതിന്റെ അങ്ങനെ പറയാൻ കാരണം മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലായ അള്ളാന്റെ ഹബീബ് പെട്ടെന്ന് ശബ്ദിച്ചിരുന്നുവെങ്കിൽ ഒറ്റപ്പാടും പാടുണ്ടാക്കുന്നുവെങ്കിൽ പേടിച്ചിട്ട് മൂത്രം മുറിഞ്ഞു പോകുമായിരുന്നു. ഒന്നുമില്ല, ഒരു കാരണവശാലും ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ കാര്യം കുട്ടിമക്കൾക്ക് നമ്മൾ ഒറ്റപ്പാടുണ്ടാക്കും. അതുകൊണ്ട് മൂത്രം മുറിഞ്ഞു പോകും. മൂത്രം മുറിഞ്ഞു പോയാൽ കുട്ടിക്ക് ഒരു വളരെ ശക്തമായ രൂക്ഷമായ ആരോഗ്യ പ്രശ്നമുണ്ടാവും. ഇത് മനസ്സിലാക്കി മുഹമ്മദ് റസൂലുള്ളാഹി മൂത്തിച്ചോട്ടെ വിചാരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ പോയി ചെറിയ മക്കളോടുള്ള പെരുമാറ്റം ഞാൻ കാരണമായിട്ട് മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത് ഒരു വീടിന്റെ മുമ്പിൽ കൊച്ചു കുട്ടി എടുത്തിട്ട് ഇങ്ങനെ കരയാണ്. അള്ളാഹ് നബി അടുത്ത് തിന്നിട്ട് ഈ മോന്റെ അടുത്തിരുന്നു, ഒന്നും കുട്ടി ഇങ്ങനെ കരയാണ്. അള്ളാഹ് നബി അടുത്ത് തിന്നിട്ട് ഇരുന്നു, പിന്നെ ഈ കരയാണ്. ആരാണിത്? ലോകത്തിന്റെ നേതാവാണ്. കുട്ടി കരയാ, റസൂലും കരയാ, രണ്ടാളും കരയാ. കുറെ കരഞ്ഞ് അവസാനം തളർന്നു പോയി. കരച്ചിൽ നിർത്തി പറഞ്ഞാൽ അറിവ് ചോദിച്ചു, എന്തിനാണ് പൊന്നുമോനെ കരയുന്നത്? കുട്ടി പറഞ്ഞു, വീട്ടിലൊരു പക്ഷി ഉണ്ടായിരുന്നു, ആ പക്ഷി കുഞ്ഞ് ഇങ്ങനെ ചത്തുപോയി, എന്റെ വിഷമത്തിൽ ഞാൻ കരയാണ്. നബി പറഞ്ഞ മോനെ, നമുക്കൊക്കെ ആയത്തില്ലേ, നമ്മൾക്ക് മരിക്കൂലേ, അതേപോലെ തന്നെ പക്ഷികൾക്കും നമ്മൾ ആയക്കൂടുന്നുണ്ട്, അതിന്റെ ആയത്തെ മരിച്ചുപോയതാണ്, മോനെ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒതുങ്ങിയതിനു ശേഷമാണ് തിരിച്ചു പോയത്. എന്തൊരു കാരുണ്യമാണ്, എന്തൊരു ആർദ്രതയാണ് നിങ്ങൾ അറിയിക്കുട്ടി. ഒരാളെ പോലും വേദനിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം തയ്യാറായില്ല. അത് തന്റെ മക്കളാവട്ടെ, അതുപോലെ തന്നെ ഭാര്യമാരാവട്ടെ, സഹാബത്താവട്ടെ, ആരാവട്ടെ, ഫാത്തിമ ബീവിയോടൊക്കെ എന്തോ ഒരു ഇഷ്ടമാണ് അല്ലാഹുവിന്റെ ഹബീബിനല്ലേ. ഫാത്തിമ ബീവിയെ എപ്പോഴും കുട്ടിക്കുമായിരുന്നു എന്നുണ്ട്. നമുക്കൊക്കെ മടിയല്ലേ, കുറവല്ലേ, പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികളെ വിട്ടു. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അള്ളാന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് എപ്പോ ഫാത്തിമ ബീവി കടന്നു വരികയാണെങ്കിൽ വീട്ടിലേക്കാണ് എത്തിയാൽ ഒന്ന് കെട്ടിപ്പിടിക്കും. രണ്ട് കവളമായിരുന്നു മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരു പെരുമാറ്റത്തിലൂടെ. അതേപോലെ തന്നെ ഭാര്യമാരോടുള്ള സമീപനം പറയണ്ട എന്ന് പറഞ്ഞാൽ വിഷയം പോകും. ഇങ്ങനെ എല്ലാവരോടും, ശത്രുക്കളോടാവട്ടെ, ഞാൻ ഒറ്റ സംഭവം പറയാം. ശത്രുക്കളോടുള്ള പെരുമാറ്റം എന്താ? സ്വാഹിക്കും തിന്നു, ശത്രുക്കൾ കല്ലെറിഞ്ഞു, കാലിൽ ചോര വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഞാൻ നേടുകൊള്ളേണ്ട ആളല്ലോ, ജസ്റ്റ് ഒന്ന് സമ്മതം തന്നാൽ മതി, ഈ മനുഷ്യന്മാരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവോട് ഞാൻ ആവശ്യപ്പെടാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേണ്ട, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ സമ്മതിക്കില്ല. രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ത്വാഇഫിലെ ജനങ്ങളുണ്ടല്ലോ, എന്നെ കല്ലെടുത്തെറിഞ്ഞ ആളുകളുണ്ടല്ലോ, റബ്ബേ വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാ, ഇതിന്റെ പേരിൽ ശിക്ഷിക്കല്ല അല്ലാ, അദാബറക്കല്ല അല്ലാ. ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ലോകത്ത് ജീവിച്ചപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടില്ലേ, ജീവനേക്കാളും സ്നേഹിച്ചില്ലേ? ആ സ്നേഹം ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതെ ഈമാൻ പൂർണ്ണമല്ല. ഒറ്റ ഹദീസ് ഞാൻ പറയട്ടെ ചെറുപ്പക്കാരാ, ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ.
എല്ലാവരെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം. ഇത് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നാം, എന്താ ഉസ്താദേ നിങ്ങൾ പറയുന്നത്? സ്വന്തം മക്കളെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നോ, സ്വന്തം ഭാര്യയെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നോ, ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നോ? ഞാനല്ലല്ലോ പറഞ്ഞത്, ഹബീബല്ലേ പറഞ്ഞത്. എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനല്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ ലോകത്ത് വേറെ ഒരാൾക്ക് സഹിച്ചിട്ടില്ല. ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് മുഴുവനും അല്ലാഹു ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് ദുആ ചെയ്യാൻ. എല്ലാവർക്കും 1,24,000 പ്രവാചകന്മാർക്ക് മുഴുവനും ഒരു ചാൻസ് അവർ കൊടുത്തു. എന്താ ചാൻസ്? എന്ത് വേർന്നാലും ഞാൻ സ്വീകരിച്ചോളാം. എല്ലാവരും തീർന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസ നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും തീർന്നു. ഓരോ പരിസരത്തിൽ ഘട്ടം വന്നപ്പോൾ തീർന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ ഞാൻ തീർന്നിട്ടില്ല, ഞാൻ ഇന്ന് വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നടത്തിയിട്ടില്ല. പിന്നെയോ അതിനെ മാറ്റി വെച്ചിരിക്കണം. എങ്ങോട്ട്? അങ്ങോട്ട് മഹ്ശറിലേക്ക്. എന്തിന്? ഈ ഉമ്മത്തിനെ സ്വർഗ്ഗത്തിൽ കടക്കണമെന്ന് ഞാൻ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും, ആവശ്യപ്പെടും. അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടില്ല. ബാക്കിയുള്ള പ്രവാചകന്മാർ മുഴുവൻ അത് ദുനിയാവെന്ന് ചെലവഴിച്ചപ്പോ ഞാനതിനെ മഹ്ശറിലേക്ക് മാറ്റി വെച്ചു. الصلاة على النبي والسلام على الرسول ഞങ്ങളെല്ലാം തങ്ങളെ ഹൗളിൻ പൂജകളെ ഗ്രന്ഥം വിതരണം ചെയ്യുന്നാൾ എന്റേതാവേ തിരുനബിയേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. الشفاعة هب لنا في قيامة مشرقا وهلنا من ضاعيا سيدي خير النبي. الصلاة على النبي الشافعي الأبطحي والحبيب العربي. വിജയമായ ഖിയാമത്ത് നാൾ അന്ന് സുധാർത്തായിടമേ. അത് പാഴായാൽ കഷ്ടം മഹാ എന്നേതാവേ തിരുനബിയേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ആ ദുആയിൽ അല്ലാഹുവിന്റെ ഹബീബ് മഹ്ശറിലേക്ക് മാറ്റി വെച്ചിരിക്കുക. അവിടുന്ന് ശഫാഅത്ത് ചെയ്യും നമുക്ക് വേണ്ടി. അല്ലാഹു ആ ശഫാഅത്ത് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അല്ലാഹു അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ഈ സ്വലാത്ത് വാചകത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സഹിച്ചതുപോലെ വേറെ ഒരാളും സഹിച്ചിട്ടില്ല. എന്തോ ഇഷ്ടമെന്നറിയോ നമ്മളോട് നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വല്ലാത്ത ഇഷ്ടമാണ് നമ്മളോട്. വഫാത്തിന്റെ സമയത്ത് കലശലായ വേദന വന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ എനിക്ക് ഇത്ര വേദന ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിങ്ങൾ അത്ര വേദന ഉണ്ടാകും. ഒരു കാര്യം ചെയ്യും, നിന്റെ ഉമ്മത്തിങ്ങളുടെ മുഴുവൻ മൗത്ത് വേദന, മരണവേദന എനിക്ക് തന്നോ, ഞാൻ അത് അനുഭവിച്ചിട്ട് മരിച്ചോളാം. മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിനപ്പുറം എന്തൊരു സ്നേഹമാണ് അല്ലാഹുവിന്റെ ഹബീബ് പ്രകടിപ്പിക്കേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബിനെ നമ്മൾ മനസ്സിലാക്കണം. ആ ഹബീബിനോട് നമ്മൾ ഇഷ്ടം വെക്കണം. ആ ഹബീബിനെ ഇഷ്ടം വെച്ചവരാണ് സ്വഹാബത്ത്. ആ ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കണം? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? മൻ അഹബ്ബനി മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുക. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, അതൊക്കെ ചെയ്യാൻ നോക്കുക. എന്നാലും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു. ومن أحبني كان معي في الجنة
ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ വെറുതെ അല്ല നമ്മൾ നെറ്റിന് ആഘോഷിക്കുന്നത്. നമ്മൾ വളരെ ചെറുപ്പം മുതലേ നമ്മൾ നെറ്റി ഉണ്ടാക്കുകയാണല്ലേ. നമ്മളെ മക്കൾക്ക് നമ്മൾ ചൊല്ലി കൊടുക്കുന്ന ഒരു പാട്ടില്ലേ, ഇത്ര ലളിതമാണ് ഇങ്ങനെ ഓർമ്മ വരിക. നെറ്റി പറയും നമ്മുടെ മുത്ത് മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമിന നബിയാണ്, അബ്ദുല്ലാഹ് ഉപ്പയുമാണ്, നബിയുടെ ജനനം മക്കത്ത് മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൊന്നോമന മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന പാട്ടല്ലേ നമ്മൾ. ആ ചെറിയ കുട്ടിയോട് നമ്മൾ പറയാണ്, നമ്മുടെ നബിയവർ ആരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ് എന്നാ പറയുന്നത്. മുത്ത് എന്ന് കൂട്ടണമെങ്കിൽ അത്രയും വലിയ ഇഷ്ടം വേണ്ടേ നമുക്ക്? നമ്മൾ ഒരാളെ മുത്തേക്ക് വിളിക്കണമെങ്കിൽ വല്ലാത്ത ഇഷ്ടവും മഹത്വത്തും ഉണ്ടെങ്കിലല്ലേ അങ്ങനെ വിളിക്കാൻ നമുക്ക് തോന്നൂ. നമ്മൾ ഏറ്റവും ഇഷ്ടം വെക്കേണ്ടത് നമ്മുടെ ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ മുത്ത് എന്ന് വിളിക്കുന്നത്. ആ ഹബീബിനെ സ്നേഹിക്കണമെന്ന് ചെറുപ്പത്തിലെ നമ്മൾ പഠിപ്പിക്കുകയാ. ആ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിനെ എങ്ങനെയെല്ലാം നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം നമുക്ക് പ്രകടിപ്പിക്കാം. അത് മുഴുവനും ഈമാനിന്റെ ഭാഗമാണ്. സ്നേഹിക്കണമെന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. ഇന്ന രീതിയിൽ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് പറഞ്ഞില്ല. മൗലിദാഘോഷത്തെ എതിർക്കുന്നവർ, നബിദിന റാലിയെ വിമർശിക്കുന്നവർ, നബിദിന റാലി നടത്തുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് 4 ഡിസ്പോസബിൾ ഗ്ലാസ് കാണുമ്പോഴേക്ക് അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹപ്രകടനം ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് രീതിയിലുമാവാം, ഏത് ഭാവത്തിലുമാവാം, ഏത് കോലത്തിലുമാവാം. ഈ ശംസുൽ ഉലമ നഗർ ഒരു മഹത്വത്തുൽ നബിയുടെ ഏറ്റവും വലിയ അടയാളമല്ല. എന്തിനാണ് സ്വലാത്ത് വാർഷികം? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്വലാത്ത് വാർഷികമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ടോ? ഇതുപോലെ മൈക്ക് വെച്ചിട്ടുണ്ടോ? ഇതുപോലെ പിരിവ് നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ഇതൊക്കെ പ്രത്യേകമായ ഒരു സംവിധാനമാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹത്വത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. ഇത് ഇസ്ലാമിക വിരുദ്ധമല്ല, ഇത് ഇസ്ലാമിക വിരുദ്ധമല്ല, ഇത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. സഹാബത്ത് പലരും പല രീതിയിലാണ് സ്നേഹം പ്രകടിപ്പിച്ചത്. അത്ഭുതപ്പെട്ടു പോകുന്നത് കേട്ടാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് സ്നേഹം പ്രകടിപ്പിച്ചത്. അല്ലാഹു എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിച്ചത്? അല്ലാഹു അവന്റെ ഹബീബിനോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിച്ചത്? അല്ലാഹുവിന്റെ നിർബന്ധമാണ് എന്റെ പേര് എവിടെ പറയുന്നുണ്ടോ അവിടെ എന്റെ ഹബീബിന്റെ പേര് പറയുന്നത് അല്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്തങ്ങളുടെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരുടെ സമൂഹത്തിലും നിസ്കാരമുണ്ട്. പക്ഷെ എന്തില്ല? ബാങ്കില്ല. നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഈസ നബിയുടെ കാലത്ത് ബാങ്കില്ല, മൂസ നബിയുടെ കാലത്ത് ബാങ്കില്ല. ബാങ്ക് നിലവിൽ വന്നത് ഈ ഉമ്മത്തിൽ മാത്രമാണ് എന്നുകൊണ്ട് അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരും പറയണമെന്ന് അല്ലാഹു തീരുമാനിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹു ബാങ്ക് സംവിധാനിച്ചത്. ബാങ്ക് മുറിഞ്ഞൊരു സമയമില്ലല്ലോ. ഈ 24 മണിക്കൂർ ബാങ്ക് കൊടുക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ സമയം 10 മണിയാണ്.